ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് നാം കഷ്ടപ്പാടുകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്നു, നാം ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നാം അനാഥരായതുകൊണ്ടല്ല, മറിച്ച് ചുറ്റുമുള്ളവരിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ വളരെ കുറവായതുകൊണ്ടാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് തൻ്റെ ശിഷ്യന്മാർ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കുവാൻ പിതാവിനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന യേശുനാഥനെയാണ്. അവരുടെ കുറവുകളിൽ, ബലഹീനതകളിൽ അവരെ ഉപേക്ഷിക്കാതെ അവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന യേശുനാഥൻ വേദനകളോടെ, സങ്കടങ്ങളോടെ കടന്നു പോകുന്ന നമുക്ക് ഒരാശ്വാസവും പ്രതീക്ഷയുമാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ശിമിയോൻ ശിമിയോൻ, പിശാച് നിന്നെ ഗോതമ്പ് പോലെ പാറ്റുവാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ ശക്തി ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർക്ക് വേണ്ടി യേശുനാഥൻ പ്രാർത്ഥിക്കുമെങ്കിൽ നാം മനസ്സിലാക്കുക, നമ്മുടെ വേദനകളിലും കുറവുകളിലും, നമ്മുടെ ബലഹീനതകളും കുറവുകളും മനസ്സിലാക്കാതെ നമുക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന സത്യം. കാരണം റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെ നമുക്കറിഞ്ഞുകൂടാ, അവാച്യമായ നെടുവീർപ്പുകളിലൂടെ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമുക്ക് കുറവുകളും വേദനകളും ഉണ്ടായിരുന്നിട്ടും നാം ദൈവത്തെ നമ്മുടെ കുറവുകൾ മൂലം വേദനിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ആ ദൈവം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹെബ്രായർക്ക് ലേഖനം 4:15 നാം വായിക്കുന്നത്, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിവുള്ള ഒരു പ്രധാന പുരോഹിതനാണ് നമുക്കുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ചോദ്യമാണ്, നമ്മുടെ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകളും വേദനകളും നാം നേരിടുന്നത്? യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം ആരെയും തിന്മയിൽ പരീക്ഷിക്കുന്നില്ല, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് അവരവരുടെ ദുരാഗ്രഹങ്ങളിൽ നിന്നാണ്. അതിനാൽ പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തകർച്ചയിൽ, വേദനയിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായി ആരുമില്ലെങ്കിലും നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുനാഥൻ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്ന സത്യമാണ്. 1 യോഹന്നാൻ 2:1 നാം വായിക്കുന്നു, നാം പാപം ചെയ്തു പോയാലും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുനാഥൻ. നമ്മുടെ കൂടെ ചിരിക്കുന്നവരും നമ്മോട് കൂടെ സന്തോഷിക്കുന്നവരുമെല്ലാം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല എന്ന ബോധ്യത്തോടുകൂടെ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവൻ യേശുനാഥൻ മാത്രമാണ് എന്ന ബോധ്യത്തോടുകൂടെ ആ യേശുനാഥൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഹെബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്ന നിങ്ങൾ മടുപ്പ് തോന്നരുത്, ഇത്തരം ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം നമുക്കുള്ളപ്പോൾ നാം സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിയാൽ മാത്രം മതി എന്ന ബോധ്യത്തോടുകൂടെ അപ്രകാരം ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരു അധ്യായം വചനം വായിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധി കാത്തു പരിപാലിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. മൂന്നാമതായി, ഈ വചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. നാം ശ്രവിക്കുന്നത് ഒരു 4 മിനിറ്റ് മാത്രമാണെങ്കിലും ഈ ഒരു 4 മിനിറ്റ് പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ഈ ഒരു പരിശ്രമം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം ജീവിക്കുവാനായി പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഒരിക്കൽ കൂടി കർത്താവിന് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.